രാജ്യം കണ്ട ഏറ്റവും വലിയ വിമാന അപകടം 242 യാത്രക്കാരിൽ 241 പേരും കൊല്ലപ്പെട്ടിരിക്കുന്നു. ഒരാൾ വളരെ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. ഐസണിലേക്ക് കൂടി പോവുകയാണ്. ഐസൺ, രാജ്യം കണ്ട ഏറ്റവും വലിയ വിമാന അപകടം എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. അഹമ്മദാബാദ് വിമാന ദുരന്തത്തെ 242 യാത്രക്കാരും എല്ലാവരും മരിച്ചു എന്ന റിപ്പോർട്ടുകൾ വരുന്നതിനിടയിലാണ് ഒരാൾ അത്ഭുതകരമായി രക്ഷപ്പെട്ട വാർത്ത വരുന്നത്. എമർജൻസി എക്സിറ്റ് വഴി അയാൾ രക്ഷപ്പെടുകയായിരുന്നു. അതോടൊപ്പം തന്നെ ഈ വിമാനം പതിച്ച സ്ഥലത്തെ BJ മെഡിക്കൽ ഹോസ്റ്റൽ, അവിടെയും 5 മെഡിക്കൽ വിദ്യാർത്ഥികൾ കൊല്ലപ്പെട്ടു എന്നുള്ള വിവരങ്ങൾ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മരണസംഖ്യ ഒരുപക്ഷെ ഇനിയും ഉയരാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. നമുക്ക് ഈ വാർത്തയുടെ വിവരങ്ങളിലേക്ക് എത്താം. ഇപ്പോൾ പത്തനംതിട്ടയിൽ വിമാനാപകടത്തിൽ മരിച്ച രഞ്ജിതയുടെ വീട്ടിലേക്ക് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി എത്തിച്ചേർന്നിരിക്കുകയാണ്. നമുക്ക് തത്സമയ ദൃശ്യങ്ങളിലേക്ക് പോകാം. മിഥുൻ മുരളി ചേരുന്നു. മിഥുൻ, പറയൂ. സർക്കാർ തലത്തിൽ ഈ മൃതദേഹം ഇവിടേക്ക് എത്തിക്കുന്നതടക്കമുള്ള കാര്യങ്ങളിലൊക്കെ ഏകോപന പ്രവർത്തനങ്ങളൊക്കെ ആവശ്യമുണ്ട്. ഈ കാര്യങ്ങളൊക്കെ ബന്ധുക്കളുമായി സംസാരിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ രഞ്ജിതയുടെ വീട്ടിലേക്ക്, രഞ്ജിതയുടെ അമ്മയും കുഞ്ഞുങ്ങളും ബന്ധുക്കളുമൊക്കെയുള്ള വീട്ടിലേക്ക് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി എത്തുന്നതിൻ്റെ തത്സമയ ദൃശ്യങ്ങളാണ് കാണുന്നത്. സർക്കാർ തലത്തിലുമൊക്കെയുള്ള ഏതു തരത്തിലാണ് ഇനി ഈ മൃതദേഹം വീട്ടിലേക്ക് എത്തിക്കുന്നതടക്കമുള്ള കാര്യങ്ങളിൽ ഏകോപനമുണ്ടാവുക, ഇനി ഇവിടെ നിന്നും ഏതൊക്കെ രീതിയിലുള്ള സഹായങ്ങളാണ് ആവശ്യമാവുക എന്ന കാര്യങ്ങളിലെല്ലാം ബന്ധുക്കളുമായിട്ടുള്ള കൂടിയാലോചനകൾ ഉണ്ടാകുമെന്നാണ് അറിയുന്നത്. കുഞ്ഞുങ്ങൾ 2 പേരും ഇപ്പോൾ ഇവിടെയുണ്ട്. 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഇന്ദുചൂടനും 3ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഇതിക. രഞ്ജിതയുടെ 2 കുഞ്ഞുങ്ങളും ഈ വീട്ടിലുണ്ട്. അമ്മയുണ്ട്. ക്യാൻസർ രോഗിയായിട്ടുള്ള പ്രായമായ അമ്മയും കുഞ്ഞുങ്ങളുമാണ് ഈ വീട്ടിൽ ഉള്ളത്. അവരെ കണ്ട് ആശ്വസിപ്പിക്കുകയാണ് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. ഇപ്പോൾ അല്പസമയം ഈ ആശ്വാസ വാക്കുകൾ അവരോട് പങ്കുവച്ചതിന് ശേഷം ബന്ധുക്കളുമായിട്ട് ചില കാര്യങ്ങളിൽ കൂടിയാലോചനകൾ നടത്തിയതിന് ശേഷമായിരിക്കും അദ്ദേഹം മാധ്യമങ്ങളോട് പ്രതികരിക്കുക. അദ്ദേഹത്തിൻ്റെ പ്രതികരണവും കേന്ദ്രതലത്തിൽ സംസ്ഥാന സർക്കാരിൻ്റെയും ഒക്കെ തലത്തിലുള്ള ഏത് തരത്തിലുള്ള ഇടപെടലുകൾ ഒക്കെയാണ് ഇനി ഉണ്ടാവുക എന്നത് സംബന്ധിച്ച് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ പ്രതികരണവും ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ഒപ്പം തന്നെ ഇവിടെ പത്തനംതിട്ട ജില്ലാ കളക്ടർ S. പ്രേംകൃഷ്ണനുമുണ്ട്. അദ്ദേഹവും ഏറെ നേരമായിട്ട് ഇവിടെ ബന്ധുക്കളുമായിട്ട് സംസാരിക്കുന്നുണ്ട്. വീടിനുള്ളിലുണ്ട്. അല്പസമയം മുൻപ് ഇവിടേക്ക് കളക്ടറും എത്തിയിരുന്നു. അങ്ങനെ ജില്ലാ കളക്ടർ ഇവിടെ ഉണ്ട്. ഒപ്പം ഇപ്പോൾ സുരേഷ് ഗോപിയും എത്തിയിരിക്കുന്നു. ജില്ലാ കളക്ടർ ഏകദേശം അരമണിക്കൂറായിട്ട് ഇവിടെ ഉണ്ട്. ഇവിടെ ബന്ധുക്കളുമൊക്കെ ആയിട്ട് സംസാരിക്കുന്നുണ്ട്. ഇനി സുരേഷ് ഗോപിയുടെയും അദ്ദേഹം അവിടെ വീട്ടിലെത്തി സംസാരിച്ചതിന് ശേഷം തിരികെ ഇറങ്ങുമ്പോൾ ഈ സർക്കാർ തലത്തിലുള്ള ഏകോപന പ്രവർത്തനങ്ങൾ, മൃതദേഹങ്ങൾ വീട്ടിലെത്തിക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ, മറ്റ് കാര്യങ്ങളൊക്കെ സംബന്ധിച്ചിട്ടുള്ള ഒരു വിവരം ബന്ധുക്കളുമൊക്കെ ആയിട്ട് സംസാരിച്ചതിന് ശേഷം തിരികെ എത്തുമ്പോൾ അദ്ദേഹം പ്രതികരിക്കുമ്പോൾ അതും ഏറെ പ്രധാനപ്പെട്ടതായി മാറും. എന്തായാലും സുരേഷ് ഗോപി ഇപ്പോൾ ഇവിടെ വീട്ടിലേക്ക് എത്തിയിരിക്കുന്നു. 2 കുഞ്ഞുങ്ങൾ, രഞ്ജിതയുടെ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന മകൻ ഇന്ദുചൂടനും 3ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഇതിക, 2 കുഞ്ഞുങ്ങളും ആ വീട്ടിൽ. ഒപ്പം തന്നെ പ്രായമുള്ള അമ്മ, ബന്ധുക്കൾ എല്ലാമുള്ള വീട്ടിലേക്ക് എത്തുന്നു. അവിടെ വീടിനുള്ളിൽ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. ബന്ധുക്കളുമൊക്കെ ആയിട്ടുള്ള ഒരു ചെറിയ കൂടിയാലോചനകളൊക്കെ ഉണ്ടാകും. അതിനുശേഷം ഇനി അദ്ദേഹം തിരികെ എത്തുമ്പോൾ ഈ മറ്റ് നടപടിക്രമങ്ങളടക്കമുള്ള കാര്യങ്ങളിൽ ഒരു പ്രതികരണം ഉണ്ടാകുമെന്നും പ്രതീക്ഷിക്കുന്നുണ്ട്. എന്തായാലും ജില്ലാ കളക്ടർ S. പ്രേംകൃഷ്ണനും ഇപ്പോൾ വീട്ടിൽ തന്നെയുണ്ട്. ഏറെ ദുർഘാതരമായിട്ടുള്ള സാഹചര്യത്തിൽ കൂടി, അന്തരീക്ഷത്തിൽ കൂടിയാണ് ഈ നാട് മണിക്കൂറുകളായി ഈ വാർത്ത അറിഞ്ഞപ്പോൾ തൊട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഒട്ടും പ്രതീക്ഷിക്കാതെ തന്നെ കഴിഞ്ഞ ദിവസം ഇവിടെ നിന്ന് പോയ രഞ്ജിത ഈ അപകടത്തിൽ ജീവൻ നഷ്ടപ്പെടുന്നു. പുതിയ പ്രതീക്ഷകളുമായി മുന്നോട്ട് പോയ രഞ്ജിതയുടെ ജീവൻ നഷ്ടമാകുന്ന സാഹചര്യം. ഈ ഒരു അവസ്ഥയിൽ ദുഃഖാർദ്രമായിട്ടുള്ള കുടുംബത്തെ ആശ്വസിപ്പിക്കുകയാണ് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഇപ്പോൾ. അതെ, മിഥുൻ സൂചിപ്പിച്ചതുപോലെ തന്നെ അങ്ങേയറ്റം ദുഃഖം തളം കെട്ടി നിൽക്കുന്ന ഒരു അന്തരീക്ഷമാണ് അവിടെ. ആശ്വാസവുമായാണ് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി എത്തിച്ചേരുന്നത്. അതുമാത്രമല്ല, അദ്ദേഹം കുടുംബാംഗങ്ങളെ കണ്ട്, 2 കുട്ടികൾ, പ്രായമായ അമ്മ, ഇവരെയൊക്കെ കണ്ട് അദ്ദേഹം ഒരുപക്ഷെ ചേർത്തു പിടിച്ച് ആ ദുഃഖത്തോടൊപ്പം പങ്കുചേരുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതിനുശേഷമായിരിക്കാം ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ പ്രതികരണം വരുന്നത്. ആ പ്രതികരണത്തിൽ ഔദ്യോഗികമായ ചില വിശദീകരണങ്ങൾ കൂടി ഉണ്ടാകും എന്നാണ് നമുക്ക് കരുതേണ്ടത്. കാരണം എപ്പോഴത്തേക്കായിരിക്കും
മൃതദേഹം നാട്ടിലെത്തിക്കുക, അതിൻ്റെ നടപടിക്രമങ്ങൾ എങ്ങനെയായിരിക്കും എന്നതടക്കമുള്ള കാര്യങ്ങൾ ഒരു ജനപ്രതിനിധി എന്നുള്ള നിലയിൽ അദ്ദേഹത്തിന് മാത്രമേ നൽകാൻ കഴിയൂ. അതുകൊണ്ട് എല്ലാവരും ഉറ്റുനോക്കുന്നത് അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക് തന്നെ ആയിരിക്കും, അല്ലേ മിഥുൻ? തീർച്ചയായും ഔദ്യോഗികമായി തന്നെ ഇനി ഇവിടുന്ന് ബന്ധുമിത്രാദികൾ ആരെങ്കിലും അഹമ്മദാബാദിലേക്ക് പോകുന്നുണ്ടോ, ഏത് രീതിയിലാണ് ഇനി ഇവിടേക്ക് എത്തിക്കുക, ഏത് സമയത്താണ് എന്നടക്കമുള്ള കാര്യങ്ങളിൽ ഔദ്യോഗികമായി തന്നെ ഒരു കേന്ദ്രമന്ത്രിയുടെ ഭാഗത്തു നിന്ന് പ്രതികരണം ഉണ്ടാകുന്നത് ഏറെ പ്രധാനപ്പെട്ടതാണ് ഈ സമയത്ത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ പ്രതികരണം ഈ ഒരു കൂടിക്കാഴ്ചയ്ക്ക് ശേഷം അവിടെ ബന്ധുക്കളെ ആശ്വസിപ്പിക്കുകയാണ്, അമ്മയെ ആശ്വസിപ്പിക്കുകയാണ്, രഞ്ജിതയുടെ 2 മക്കളെയും അദ്ദേഹം വീടിനുള്ളിൽ ആശ്വസിപ്പിക്കുകയാണ്. അതിനുശേഷം അദ്ദേഹം തിരികെ എത്തുമ്പോൾ ആ ഒരു പ്രതികരണം ഏറെ പ്രധാനപ്പെട്ടതായി മാറും. എന്തായാലും വളരെ പ്രതീക്ഷയോടുകൂടി ലണ്ടനിലേക്ക് പോയ ഉടൻ തിരികെ എത്താമെന്നുള്ള ഒരു പ്രതീക്ഷയോടുകൂടി ലണ്ടനിലേക്ക് പോയ ഏതാനും ദിവസം മാത്രം ഇവിടെ നാട്ടിൽ ചിലവഴിച്ച ഇവിടുത്തെ അവധി സർക്കാർ ഉദ്യോഗം ലഭിച്ച് നേഴ്സായിട്ട് ജോലിയിൽ പ്രവേശിച്ച് അതിൻ്റെ അവധി കൂടുതൽ സാമ്പത്തികമായിട്ടുള്ള ഭദ്രത, സാമ്പത്തിക സുരക്ഷിത ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി വിദേശത്ത് ജോലിക്ക് പോയ സർക്കാർ ഉദ്യോഗം അവധിയിൽ പ്രവേശിക്കുന്നതിന് വേണ്ടിയുള്ള നടപടിക്രമങ്ങൾക്ക് വേണ്ടി നാട്ടിലെത്തിയതായിരുന്നു രഞ്ജിത. ഈ അവധി അപേക്ഷ നൽകുന്നതുമായി ബന്ധപ്പെട്ടുള്ള നടപടിക്രമങ്ങളെല്ലാം പൂർത്തിയാക്കിയതിനു ശേഷം ചില ഒപ്പുകളും മറ്റ് ചില അത്യാവശ്യ നടപടികളും പൂർത്തിയാക്കുന്നതിന് വേണ്ടിയായിരുന്നു ഈ 4 ദിവസത്തെ അവധിക്ക് വേണ്ടി രഞ്ജിത നാട്ടിലേക്ക് എത്തുകയും ശനിയാഴ്ച നാട്ടിലേക്ക് എത്തുകയും ഇന്നലെ വൈകിട്ടോടുകൂടി തിരികെ ലണ്ടനിലേക്ക് മടങ്ങുകയും ചെയ്തത്. ഇനി അധികം നാൾ ലണ്ടനിൽ ജോലി ചെയ്യുകയില്ല. ഉടൻ തന്നെ ലണ്ടനിലെ ജോലി അവസാനിപ്പിച്ചതിന് ശേഷം തിരികെ നാട്ടിലേക്ക് എത്തണം. മക്കൾക്കും ഒപ്പം അമ്മയോടും ഒപ്പം ഈ നാട്ടിൽ ജോലി ചെയ്ത് ജീവിക്കണം. കോഴഞ്ചേരി താലൂക്ക് ആശുപത്രിയിലായിരുന്നു രഞ്ജിതയ്ക്ക് നേഴ്സായിട്ട് അദ്ദേഹം ജോലി ചെയ്തുകൊണ്ടിരുന്നത്. അവിടെ തന്നെ ഇനി തുടർന്നും ഈ ലണ്ടനിലെ ജോലി അവസാനിപ്പിച്ചതിന് ശേഷം നാട്ടിൽ തുടരണം എന്നുള്ള പ്രതീക്ഷയോടുകൂടി തന്നെയായിരുന്നു രഞ്ജിത ഇത്തവണ ലണ്ടനിലേക്ക് പോവുകയും ഉടൻ തിരിച്ചെത്താമെന്നുള്ള പ്രതീക്ഷയോടുകൂടി പോയതുമായിരുന്നു. അങ്ങനെ പോയ പുത്തൻ പ്രതീക്ഷകളുമായൊക്കെ ലണ്ടനിലേക്ക് പോയ രഞ്ജിതയുടെ വിയോഗ വാർത്തയുടെ ഞെട്ടൽ മാറാതെയാണ് ഈ നാടും നാട്ടുകാരും ബന്ധുക്കളും എല്ലാം ഉള്ളത്. ആദ്യഘട്ടത്തിൽ ഒരു പക്ഷേ തിരിച്ചെത്തിയേക്കാം. ഈ പട്ടികയിൽ തങ്ങളുടെ നാട്ടിൽ നിന്നുള്ള ഒരാളുണ്ട്, അത് പിന്നീട് രഞ്ജിതയാണെന്ന് തിരിച്ചറിയുന്നു. എങ്കിലും രഞ്ജിത ഒരു പക്ഷേ തിരിച്ചെത്തിയേക്കാം, പരിക്ക് മാത്രമേ സംഭവിച്ചിട്ടുള്ളൂ എന്നുള്ള ആശ്വാസത്തിലായിരുന്നു ഈ നാട്ടുകാരെല്ലാം ഉണ്ടായിരുന്നെങ്കിൽ തൊട്ടു പിന്നാലെ തന്നെ മരണപ്പെട്ടു, രഞ്ജിതയ്ക്ക് ജീവൻ നഷ്ടമായി എന്നുള്ള വിവരം നാട്ടുകാർക്ക് വളരെ ഹൃദയഭേദകമായി കേൾക്കേണ്ടി വരുന്നു. പിന്നീട് ഈ കുഞ്ഞുങ്ങളെയും പ്രായമായ അമ്മയും എങ്ങനെ ആശ്വസിപ്പിക്കും, എങ്ങനെ ഇത് അറിയിക്കും എന്നുള്ള ഒരു ദുഃഖാർദ്രമായിട്ടുള്ള നിമിഷങ്ങളിലൂടെയായിരുന്നു ഈ നാട്ടുകാരെല്ലാം ബന്ധുക്കളെല്ലാം മുന്നോട്ട് പോവുകയും ചെയ്തത്. ഇവിടുത്തെ ആളുകൾ ബന്ധുക്കളും നാട്ടുകാരും ഒക്കെ പറയുന്നത് കുഞ്ഞുങ്ങളോട് ഈ കാര്യം പറയാൻ ശ്രമിക്കുമ്പോൾ അവർ വളരെ ആത്മവിശ്വാസത്തോടു കൂടി തങ്ങളുടെ അമ്മ തിരികെ വരും, പരിക്ക് മാത്രമേ സംഭവിച്ചിട്ടുള്ളൂ എന്നുള്ള ആത്മവിശ്വാസത്തിൻ്റെ വാക്കുകളായിരുന്നു ആ കുഞ്ഞുങ്ങൾക്ക് ഉണ്ടായിരുന്നത് എന്നുള്ളതാണ് ഈ ഇവിടുത്തെ ബന്ധുക്കളും ഇവരുടെ രഞ്ജിതയുടെ ബന്ധുക്കളും നാട്ടുകാരും ഒക്കെ ആയിട്ട് സംസാരിക്കുമ്പോൾ അവർ പറയുന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് ഏറെ കഠിനമായിരുന്നു, ഹൃദയഭേദകമായിരുന്നു ഈ കാര്യം കുഞ്ഞുങ്ങളെയും ഈ പ്രായമായ അമ്മയും ഒക്കെ അറിയിക്കുക എന്നുള്ളത്. ആ ഒരു വളരെ ഹൃദയഭേദകമായിട്ടുള്ള നിമിഷത്തിൽ കൂടിയായിരുന്നു ഈ നാടും നാട്ടുകാരും രഞ്ജിതയുടെ ബന്ധുക്കളും കഴിഞ്ഞ ദിവസം വരെ രഞ്ജിതയെ കണ്ട് ഈ 3 ദിവസത്തെ അവധിക്ക് വന്നപ്പോഴും രഞ്ജിതയെ കണ്ട് വളരെ സന്തോഷമായി വിശേഷങ്ങളുമൊക്കെ പങ്കുവെച്ച് തിരികെ മടങ്ങിയ ആ നിമിഷങ്ങളൊക്കെ മനസ്സിലുള്ള ഈ നാട്ടുകാർക്കെല്ലാം ഹൃദയഭേദകമായി തന്നെ രഞ്ജിതയെ ഓർത്തെടുക്കാൻ കഴിയുന്നത് എന്നുള്ളതായിരുന്നു. ഗൃഹപ്രവേശം പൂർത്തിയാക്കി ഏകദേശം 85% രഞ്ജിതയുടെ ഇപ്പോൾ താമസിക്കുന്ന പഴയ ആ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെ നിർമ്മിച്ചിരിക്കുന്ന പുതിയ വീടിൻ്റെ 85% നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയായിരുന്നു. ഈ നിർമ്മാണം പൂർത്തീകരിക്കുന്നതിന് മുൻപ് തന്നെ അമ്മയെയും കുഞ്ഞുങ്ങളെയും ഏകദേശം 2 മുറിയെങ്കിലും താമസയോഗ്യമാക്കി ഈ വീട്ടിലേക്ക് മാറ്റുക എന്നുള്ളത് രഞ്ജിതയുടെ വലിയ സ്വപ്നമായിരുന്നു. ഗൃഹപ്രവേശം അടക്കമുള്ള കാര്യങ്ങളിൽ തീരുമാനിച്ചതിന് ശേഷമാണ് ലണ്ടനിലേക്ക് ഇത്തവണ പോവുകയും ചെയ്തത്. തിരികെ വീട്ടിലേക്ക് വന്ന് ഈ പുതിയ വീട്ടിൽ താമസിക്കുക, തങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് സുരക്ഷിതമായി തന്നെ സാമ്പത്തിക ഭദ്രത ഉറപ്പാക്കി കുഞ്ഞുങ്ങളോടൊപ്പം താമസിക്കുക, അമ്മയോടൊപ്പം താമസിക്കുക എന്നുള്ളത് തന്നെയായിരുന്നു രഞ്ജിതയുടെ ഏറ്റവും വലിയ ആഗ്രഹം. ആ ആഗ്രഹം സഫലമാക്കും മുൻപെയാണ് ഇത്തരത്തിലുള്ള ഒരു വിയോഗ വാർത്ത ഈ കുഞ്ഞുങ്ങൾക്കും അമ്മയ്ക്കും നാട്ടുകാർക്കും ബന്ധുക്കൾക്കും എല്ലാം ഹൃദയം തകരുന്ന വേദനയോടുകൂടി കേൾക്കേണ്ടി വരികയും ചെയ്തത്. 2019 രഞ്ജിതയ്ക്ക് ഈ സർക്കാർ ജോലി PSCയിൽ ജോലി ലഭിക്കുന്നത്. ആദ്യം മസ്കറ്റിലായിരുന്നു. 2014 വിദേശത്തേക്ക് രഞ്ജിത പോകുന്നത്. സാമ്പത്തിക ഭദ്രത ഉറപ്പാക്കി സാമ്പത്തിക സുരക്ഷിതത്വം ഉറപ്പാക്കുക കുടുംബത്തിന് എന്നുള്ള ഒരു വലിയ ലക്ഷ്യത്തോടു കൂടി തന്നെയായിരുന്നു രഞ്ജിത ഗൾഫിലേക്ക് പോകുന്നത്. 2014 ഗൾഫിലേക്ക് പോകുന്നു. അതിനിടയിൽ നാട്ടിൽ ലീവിന് വന്നപ്പോഴാണ്, അവധിക്ക്
എത്തുമ്പോഴാണ് PSC പരീക്ഷ എഴുതുന്നത്. വളരെ ആഗ്രഹമായിരുന്നു സർക്കാർ ജോലി എന്നുള്ളത്. അതിനുവേണ്ടി കഠിനമായി പരിശ്രമിക്കുന്നു. PSC റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടുന്നു. കോഴഞ്ചേരി ആശുപത്രിയിൽ നേഴ്സായിട്ട് ജോലി ലഭിക്കുന്നു. എങ്കിലും സാമ്പത്തികമായി സുരക്ഷിതത്വം ഉറപ്പാക്കുക എന്നുള്ള വലിയ ഒരു ലക്ഷ്യത്തിൻ്റെ ചുവട് പിടിച്ചുകൊണ്ട് വീണ്ടും ഗൾഫിലേക്ക് പോകുന്നു. 5 വർഷത്തെ ലീവിന് അപേക്ഷിക്കുന്നു. അവധിക്ക് അപേക്ഷിച്ച് വീണ്ടും ഗൾഫിലേക്ക് പോകുന്നു. ഗൾഫിൽ നിന്നും മസ്കറ്റിലെ ആശുപത്രിയിൽ നിന്നും കുറച്ചുകൂടി മെച്ചപ്പെട്ട ഒരു ജോലി ലണ്ടനിൽ ലഭിക്കുന്നു. പിന്നീട് മസ്കറ്റിൽ നിന്നും ജോലി നിർത്തി ലണ്ടനിലേക്ക് പോകുന്നു. ഇതിനിടയിൽ ഈ 5 വർഷത്തെ ലീവ് കാലാവധി, സർക്കാർ ജോലിയിലുള്ള അവധി കാലാവധി നീട്ടി ലഭിക്കുന്നതിന് വേണ്ടിയുള്ള അപേക്ഷകളും മറ്റ് നടപടിക്രമങ്ങൾക്കുമൊക്കെയായിട്ടാണ് നാട്ടിലേക്ക് തിരികെ എത്തുന്നത്. ഇതിനിടയിൽ ഈ അവധിയുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ നടപടിക്രമങ്ങളും പൂർത്തിയാക്കുകയും നേരത്തെ വന്ന ഘട്ടത്തിൽ നാട്ടിൽ എത്തിയ സമയത്തൊക്കെ പൂർത്തീകരിച്ചതായിരുന്നു. അതിൻ്റെ ചില നടപടിക്രമങ്ങൾ മാത്രമായിരുന്നു. ഒരു ഒപ്പ് രേഖപ്പെടുത്തുക എന്നടക്കം അറ്റസ്റ്റ് ചെയ്ത ചില പേപ്പറുകളിൽ ഒപ്പ് രേഖപ്പെടുത്തുക എന്നടക്കമുള്ള ചില നടപടികൾ മാത്രമായിരുന്നു ബാക്കിയുണ്ടായിരുന്നത്. അതിനുവേണ്ടിയാണ് ഈ 4 ദിവസത്തെ അവധിയിൽ ഇത്തവണ നാട്ടിലേക്ക് വരുന്നതും. ആ നടപടിക്രമങ്ങളെല്ലാം പൂർത്തിയാക്കി ഇനി അധികം നാൾ ലണ്ടനിൽ ഒറ്റയ്ക്ക് താമസിക്കേണ്ടതില്ല. തങ്ങളുടെ കുടുംബത്തോടൊപ്പം വീണ്ടും സന്തോഷത്തോടു കൂടിയുള്ള ജീവിതം ആരംഭിക്കാം എന്നുള്ള പ്രതീക്ഷയോടുകൂടി ഉടൻ തിരികെ എത്താമെന്ന് വീട്ടുകാർക്ക്, നാട്ടുകാർക്കും, ബന്ധുക്കൾക്കും എല്ലാം, പ്രിയപ്പെട്ടവർക്കെല്ലാം ഉറപ്പ് നൽകി കുഞ്ഞുങ്ങളോടൊപ്പം, കുടുംബത്തോടൊപ്പം, അമ്മയോടൊപ്പം ഒക്കെയുള്ള പുതിയ വീട്ടിലുള്ള ആ ജീവിതം സ്വപ്നം കണ്ടുകൊണ്ടാണ് രഞ്ജിത ഇത്തവണ ലണ്ടനിലേക്ക് പോകുന്നത്. അങ്ങനെ പോയ, പുതിയ പ്രതീക്ഷകളുമായി പോയ ആ രഞ്ജിതയുടെ വിയോഗ വാർത്തയാണ് ഈ നാടിനെ നടുക്കി, ബന്ധുക്കളെയെല്ലാം ഹൃദയം തകരുന്ന, നാട്ടുകാരെല്ലാം ഹൃദയം തകരുന്ന രീതിയിലേക്ക് ഇവർക്ക് കേൾക്കേണ്ടി വരികയും ചെയ്തത്. എന്തായാലും ഇപ്പോൾ സുരേഷ് ഗോപി, കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി അല്പസമയമായി രഞ്ജിതയുടെ വീട്ടിൽ ബന്ധുക്കളും മറ്റ് ബന്ധുമിത്രാദികൾ, രഞ്ജിതയുടെ അമ്മ, കുട്ടികൾ അടക്കമുള്ളവരെ ആശ്വസിപ്പിക്കുന്നു, ആശ്വാസ വാക്കുകൾ പകരുന്നു. ഇനിയുള്ള കൂടിയാലോചനകൾ, പ്രത്യേകമായി ഏത് രീതിയിലാണ് മൃതദേഹം നാട്ടിലെത്തിക്കുന്നതടക്കമുള്ള, ഇനി ഇവിടുന്ന് കുടുംബത്തിൽ നിന്നും നാട്ടിൽ നിന്നും ആരെങ്കിലും അഹമ്മദാബാദിൽ പോകണമെന്നുണ്ടെങ്കിൽ അക്കാര്യങ്ങൾ, ബന്ധുമിത്രാദികൾ ആരെങ്കിലും അവിടെ എത്തണമെന്നുണ്ടെങ്കിൽ അക്കാര്യങ്ങൾ, അതിനുവേണ്ട നടപടിക്രമങ്ങൾ എല്ലാം സംബന്ധിച്ചിട്ടുള്ള ചർച്ചകൾ ഇപ്പോൾ സംസാരം അവിടെ വീട്ടിൽ പുരോഗമിക്കുകയാണ്. ഒപ്പം പത്തനംതിട്ട ജില്ലാ കളക്ടറും സബ് കളക്ടറും എല്ലാം അവിടെ വീട്ടിലുണ്ട്. S. പ്രേംകൃഷ്ണൻ ഏകദേശം 1 മണിക്കൂർ മുൻപ് ഇവിടെ വീട്ടിലെത്തിയിരുന്നു. ബന്ധുക്കളുമായി കൂടിയാലോചനകൾ നടത്തിയിരുന്നു, ബന്ധുമിത്രാദികളെ ആശ്വസിപ്പിച്ചു. അദ്ദേഹവും വീട്ടിലുണ്ട്. സുരേഷ് ഗോപിയും ഒപ്പം ജില്ലാ കളക്ടറും ഇനി ഈ അവരുടെ വീട്ടിലുള്ള ആ ഒരു കൂടിയാലോചനകളും ബന്ധുക്കളുമായിട്ടുള്ള സംസാരവും എല്ലാം പൂർത്തിയാക്കി തിരികെ ഇറങ്ങി വരുമ്പോൾ ഏത് രീതിയിലുള്ള ഒരു ഔദ്യോഗിക പ്രതികരണമാകും ഉണ്ടാവുക, ഔദ്യോഗിക അറിയിപ്പാകും ഉണ്ടാവുക എന്നുള്ളതാണ് ഏറെ നിർണായകമായിട്ടുള്ള, ഔദ്യോഗിക തലത്തിൽ ലഭിക്കുന്ന ആദ്യ പ്രതികരണമായിട്ട് ഇത് മാറുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ഏറെ പ്രധാനപ്പെട്ട ഒരു പ്രതികരണമാണ് ഇനി കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ ഭാഗത്തുനിന്ന് ആ വീട്ടിലെ സന്ദർശനം പൂർത്തിയാക്കി അവരെ ആശ്വസിപ്പിച്ചതിന് ശേഷം, ആശ്വാസ വാക്കുകൾ പകർന്നതിന് ശേഷം തിരികെ വരുമ്പോൾ ലഭ്യമാകേണ്ടത്. അതിനുവേണ്ടിയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ആ വാക്കുകൾക്ക് വേണ്ടിയാണ്, കേന്ദ്രമന്ത്രിയുടെ ആ വാക്കുകൾക്ക് വേണ്ടിയാണ് ഇനി നമ്മൾ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും വളരെ ഹൃദയഭേദകമായി തന്നെയാണ് ഈ തീർച്ചയായും സൂചിപ്പിച്ചതുപോലെ തന്നെ എന്താശ്വാസവാക്കുകളാണ് അവർക്ക് മുന്നിൽ നൽകേണ്ടത് എന്നുപോലും ആർക്കും നിശ്ചയമില്ലാത്ത ഒരു സമയം തന്നെയാണ്. 2 കുട്ടികളും അതോടൊപ്പം പ്രായമായ അമ്മയും ഒരുപാട് സ്വപ്നങ്ങളുമായി പറന്നുയർന്നതാണ് രഞ്ജിത. പക്ഷേ ഒരു പിടി ചാരമാകുകയായിരുന്നു ഈ അവസാന നിമിഷം എന്നുള്ളത് തന്നെയാണ്. അതോടൊപ്പം നമുക്കറിയാം, കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി എത്തിച്ചേരുന്നതിന് മുൻപ് പത്തനംതിട്ട ജില്ലാ കളക്ടറും സബ് കളക്ടറും അവിടെ ഉണ്ടായിരുന്നു. പത്തനംതിട്ട ജില്ലാ കളക്ടർ പ്രേംകൃഷ്ണന്റെ ഭാഗത്ത് നിന്ന് ഏതെങ്കിലും രീതിയിലുള്ള ഒരു പ്രതികരണം ലഭിക്കുകയുണ്ടായിട്ടുണ്ടോ മാധ്യമങ്ങളിൽ നിന്ന്? രോഹിണി, ജില്ലാ കളക്ടറും വീടിനുള്ളിൽ തന്നെയാണ്. അദ്ദേഹവും പുറത്തേക്ക് വന്നിട്ടില്ല. ആ സമയത്ത് തന്നെയാണ് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയും വീട്ടിലേക്ക് എത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ഔദ്യോഗികമായിട്ട് ഇവിടെ എത്തിയിരിക്കുന്ന പ്രതിനിധികളുടെ ആരുടെയും ഭാഗത്തു നിന്ന് ഒരു പ്രതികരണം ഉണ്ടായിട്ടില്ല. നമുക്ക് ലഭ്യമാകേണ്ട ഒരു പ്രധാനപ്പെട്ട വിവരം ഈ മൃതദേഹം നാട്ടിലെത്തിക്കുന്നതടക്കമുള്ള കാര്യങ്ങളാണ്. DNA പരിശോധനകളടക്കം പൂർത്തിയാക്കി ഇപ്പോൾ മൃതദേഹങ്ങൾ അഹമ്മദാബാദിലെ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ടെന്നാണ് നിലവിൽ ലഭിക്കുന്ന വിവരം. അങ്ങനെയാണെങ്കിൽ ആരെങ്കിലും ഇവിടെ നാട്ടിൽ നിന്നും ബന്ധുമിത്രാദികൾ ആരെങ്കിലും അഹമ്മദാബാദിലേക്ക് പോകേണ്ടതുണ്ടോ, അല്ലെങ്കിൽ ഏത് രീതിയിലായിരിക്കും നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി എപ്പോഴേക്കായിരിക്കും മൃതദേഹങ്ങൾ വീട്ടിലേക്ക് എത്തിക്കാൻ സാധിക്കുക, ഇനി ബന്ധുമിത്രാദികൾക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുത്തുകൊണ്ട് ഏത് രീതിയിലാണ് സംസ്കാര ചടങ്ങുകളടക്കം ഏതു സമയത്തേക്കായിരിക്കും നിശ്ചയിക്കുക തുടങ്ങിയ കാര്യങ്ങളിലാണ് ഔദ്യോഗികമായ ഒരു അറിയിപ്പ് ഉണ്ടാകേണ്ടത്. അത്തരത്തിൽ ഔദ്യോഗികമായി തന്നെ പ്രതിനിധികളുടെ ആരുടെയും ഈ വീട്ടിലെത്തിയ ആരുടെയും ഭാഗത്തുനിന്ന് ഇതുവരെയും പ്രതികരണം ഒന്നും തന്നെ ഉണ്ടാകാത്ത സാഹചര്യത്തിൽ ഏറെ നിർണായകമായി മാറും ഇനി കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയും ഒപ്പം പത്തനംതിട്ട ജില്ലാ കളക്ടർ S. പ്രേംകൃഷ്ണനും നടത്തുന്ന പ്രതികരണം. അവർ രണ്ടുപേരും ഇപ്പോൾ വീടിനുള്ളിൽ തന്നെയാണ്, രഞ്ജിതയുടെ വീട്ടിലാണ്. രഞ്ജിതയുടെ
പഴയ വീട്ടിൽ തന്നെയാണ് രഞ്ജിത പുതിയ വീട്ടിലേക്ക് മാറി തൊട്ടടുത്ത് പുതിയ വീട് വെച്ച് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരുപക്ഷെ മൃതദേഹം ഇവിടേക്ക് കൊണ്ടുവരുമ്പോൾ ഏറ്റവും ഹൃദയം നുറുങ്ങുന്ന ആ കാഴ്ച ഈ പുതിയ വീട്ടിൽ ശരി രഞ്ജിത ശരി മിഥുൻ.